മക്കളെ, ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഗജാനൻ മാധവ് മുക്തി ബോധ്ജിയുടെ ജന ജന കാ ചെഹരാ ഏക് എന്ന കവിതയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുത്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. നിങ്ങൾ എല്ലാവരും ലൈക്ക് കൂടെ ചെയ്യണേ. पृथ्वी के गोल चारों ओर से धरातल पर है जनता का दल एक पक्ष जलता हुआ लाल की भयानक सितारा एक उद्दीपित उसका विकराल सा इशारा एक പൃഥ്വിക്ക് ഗോൾ ഗോൾ പറഞ്ഞ ഗോളാകൃതിയിലുള്ള ഉരുണ്ട പൃഥ്വി ഭൂമി ഉരുണ്ട ഭൂമിക്ക് ധരാതൾ ധരാതൾ പറഞ്ഞ ഉപരിതലം ധരാതൾ ഉപരിതലം. അതായത് ഈ വരികളിലൂടെ കവി പറയുകയാണ്, എല്ലാ ആളുകളും ഉരുണ്ട ഭൂമിക്ക് ചുറ്റുമുള്ള ഉപരിതലത്തിൽ എല്ലാവരും ഒരേ പക്ഷത്താണ്. ജനതാക്ക ദൾ ഏക്ക് ഏക്ക് പക്ഷ്, എല്ലാവരും ഒരേ കൂട്ടമാണ്, ഒരേ എല്ലാ ആളുകളും ഒരുമയോടെ ഒരേ പക്ഷത്തുള്ളവരാണ്, ഒരേ പാർട്ടിയാണ് എന്നാണ് പറഞ്ഞത്. ഏക്ക് പക്ഷ്, ഒരേ പക്ഷം ഉള്ളവരാണ്. पृथ्वी के गोल चारों ओर से धरातल पर है जनता का दल एक पक्ष. എല്ലാ ലോകത്തിലെ ഈ ഉരുണ്ട ഭൂമിയുടെ ചുറ്റുമുള്ള അതായത് ഈ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ ആളുകളും എല്ലാവരും ഒരേ പക്ഷത്താണ്, എല്ലാവരും ഒരേ വശത്താണെന്ന് കവി പറയുന്നു. ഏക് പക്ഷ്, ഒരേ വശത്താണ് എന്ന് കവി പറയുന്നു. ജൽത്താ ഹുവാ ലാൽ കി ഭയാനക് സിത്താര ഏക്. ജൽത്താ, ജൽന പറഞ്ഞ കത്തുക, ജ്വലിക്കുക, കത്തി ജ്വലിക്കുന്ന, ലാൽ ചുവന്ന, ഭയാനക് ഭയാനകമായിട്ടുള്ള, സിത്താര ഏക് സിത്താര നക്ഷത്രം, ഉദ്ദീപിത് ഉസ്കാ വികരാൽ സാ ഇഷാര ഏക്. ഉസ്കാ വികരാൽ സാ ഇഷാര, ഇഷാര പറഞ്ഞ ആംഗ്യം, അവരുടെ സൂചന, ആംഗ്യം, അതായത് അവരുടെ കോപം ആ ചുവന്ന് കത്തുന്ന ഭയാനകമായ സൂര്യനെ പോലെ അല്ലെങ്കിൽ നക്ഷത്രത്തിനെ പോലെയാണ്. ആ ദേഷ്യത്തിന്റെ സൂചനകൾ ഒന്നു തന്നെയാണ് എന്നാണ് പറഞ്ഞത്. ജൽത്താ ഹുവാ ലാൽ കി ഭയാനക് സിത്താര ഏക് ഉദ്ദീപിത് ഉസ്കാ വികരാൽ സാ ഇഷാര ഏക്. എല്ലാ ജനങ്ങളും ഒരേ പക്ഷത്താണ്, അതായത് എല്ലാവരും മനുഷ്യവർഗത്തിൽ പെട്ടവരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വരികളില്. പൃഥ്വി കെ ഗോൾ ചാരോം ഓർ സേ ധരാതൽ പർ ഹേ ജനതാ കാ ദൾ ഏക് പക്ഷ്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ ജനങ്ങളും ഒന്നാണ്, ഒരേ പക്ഷത്താണ്, അതായത് അവരെല്ലാവരും മനുഷ്യവർഗത്തിൽ പെട്ടവരാണ്. ജൽത്താ ഹുവാ ലാൽ കി ഭയാനക് സിത്താര ഏക്, ജ്വലിക്കുന്ന ചുവന്ന നിറത്തിലുള്ള നക്ഷത്രം അല്ലെങ്കിൽ സൂര്യൻ. ഭയാനക സിത്താര എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിത്താര എന്ന് പറഞ്ഞ നക്ഷത്രം, ഭയാനകമായിട്ടുള്ള നക്ഷത്രം ഒന്നാണ്. ഉദ്ദീപിത് ഉസ്കാ വികരാൽ സാ ഇഷാര ഏക്. ആളുകള് കോപിച്ചാൽ, ഇവിടെ ആളുകളുടെ കോപത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആളുകൾ കോപിച്ചു കഴിഞ്ഞാല് കത്തുന്ന സൂര്യനെ പോലെ അവരുടെ കോപം, എല്ലാവരുടെയും കോപം എങ്ങനെയാണ്? കത്തുന്ന സൂര്യനെ പോലെ ഭയങ്കരമാണ്, ചുവന്ന് കത്തുന്ന ഭയങ്കരമായിട്ടുള്ള ഭയാനകമായ സൂര്യനെ പോലെയാണ്. ആ ദേഷ്യത്തിന്റെ സൂചന ഒന്നു തന്നെയാണ്. വികരാൽ സാ ഇഷാര ഏക് ഉദ്ദീപിത് ഉസ്കാ വികരാൽ സാ ഇഷാര ഏക്. ആ ദേഷ്യത്തിന്റെ സൂചന ഒന്നു തന്നെയാണ്. ജൽത്താ ഹുവാ ലാൽ കി ഭയാനക് സിത്താര ഏക് ഉദ്ദീപിത് ഉസ്കാ വികരാൽ സാ ഇഷാര ഏക്. ജലता हुआ लाल की भयानक सितारा एक
ശോഷിത് കെ സപ്പനെ കാ ജൽത്ത ലാൽ സിത്താരായിക് എന്നാണ് കവി ഈ വരികളിലൂടെ പറഞ്ഞിരിക്കുന്നത്. ശോഷിതവർഗത്തിന്റെ സ്വപ്നത്തിൽ ജ്വലിക്കുന്ന ജൽത്ത ലാൽ സിത്താരായക്ക് ജ്വലിക്കുന്ന ചുവന്ന നക്ഷത്രം ഒന്നു തന്നെയാണ്. അതായത് എല്ലാവരുടെയും സ്വപ്നത്തിലുള്ള സ്വപ്നം ഒന്നു തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉദ്ദീപ് ഉസ്കാ വികരാൾ സാ ഇശാരാ ഏക് अन्याय के विरोध में ആവാസ് ഉടാനെ വാലോം കാ ലക്ഷ്യ ഏക് ഹെ. കവി ഈ വരികളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അന്യായക്ക് വിരോധ മേം ആവാസ് ഉടാനെ വാലോം കാ ലക്ഷ്യ ഏക് ഹെ. അന്യായത്തിന് എതിരായിട്ട് ശബ്ദമുയർത്തുന്നവരുടെ ലക്ഷ്യം ഒന്നു തന്നെയെന്നാണ് ഈ കവി ഈ കവിതയിലൂടെ വ്യക്തമാക്കുന്നത്. ഗംഗാമേം ഇരാവതിമേം മിനാമേം അബാർ गुलाती हुई नाइल नदी आमाज़ोन मिज़ोरी में वेदना में गाती हुई बहती बहाती हुई जिंदगी की धारा एक. ഈ വരികളിലൂടെ കവി പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ നദികളും ഒന്നു തന്നെയാണ്. ഗംഗയാവട്ടെ, ഇരാവതി ആവട്ടെ, നൈൽ നദി ആവട്ടെ, ആമസോൺ ആവട്ടെ, ഏത് തന്നെയായിരുന്നാലും എല്ലാ നദികളും ഒരുപോലെ തന്നെയാണ്. അവര് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും എല്ലാം നദികളും ഒരുപോലെയാണ്. അവരുടെ ഒഴുക്കും അവർ ഭൂമിയെ നനയ്ക്കുന്നതും എല്ലാം ഒരുപോലെയാണ് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. അതായത് ഗംഗ നദി ഭാരതത്തിലും ഇരാവതി മ്യാൻമറിലും നൈൽ നദി ആഫ്രിക്കയിലും ആമസോൺ ദക്ഷിണ അമേരിക്കയിലുമാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും എല്ലാ നദികളും ഒരുപോലെ തന്നെയാണ്. അവരുടെ രൂപവും ഭാവവും വേദനയും എല്ലാം ഒരുപോലെയാണ്. അവരുടെ ഒഴുക്ക്, ഭൂമിയെ നനച്ചുകൊണ്ടൊഴുകുന്ന അവരുടെ ഒഴുക്ക് എല്ലാം ഒരുപോലെയാണ് എന്നാണ് കവി ഈ വരികളിലൂടെ പറയുന്നത്. അതായത് എല്ലാവരും ഒന്നാണ്, എല്ലാം ഒന്നാണ്, എല്ലാവരും തുല്യരാണ്, എല്ലാവരും സമന്മാരാണ് എന്നാണ് കവി കവിതയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ കവിത നന്നായിട്ട് വായിച്ച് പഠിക്കുക, മീനിങ് ഒക്കെ പഠിക്കുക. ഇനി നമുക്കിതിന്റെ വർക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ.